അതിന്റെ പേരിൽ അവർ നരകത്ത് പോയി. അബൂജഹൽ ഇങ്ങനെ വിശ്വസിച്ചവർ നരകത്ത് പോയി. അക്കാര്യം വിശ്വസിച്ച നമ്മൾ നരകത്ത് പോവോ? ചിന്തിക്കണം, ആലോചിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയങ്കരായ സഹോദരങ്ങളെ, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇനിയോ മക്കയിലെ മുശ്രിക്കുകൾ ആരെങ്കിലും മഴ പെയ്യിപ്പിക്കുന്നത് മഹാന്മാരാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും? ഇബ്രാഹിം നബിയാണ് മഴ പെയ്യിപ്പിക്കുന്നത്, ഇസ്മായിൽ നബിയാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അമ്പിയാക്കളിൽ ആരെങ്കിലുമാണ് മഴ പെയ്യിപ്പിക്കുന്നത്, ഔലിയാക്കളിൽ ആരെങ്കിലുമാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് നിമിഷപരമായ അരുവിയും മഴയും വെള്ളവും ഒഴിക്കുന്ന മഹാനെ മൊയ്തീൻ ശൈഖ് ബഷീറിനെ വിളിച്ചു. അകലാട്ടുള്ള AP സുന്നിയായ ബഷീറിനെ വിളിച്ചു. ആരാ മഴ പെയ്യിപ്പിക്കുന്നത്? മൊയ്തീൻ ശൈഖ്. ആരാ അരുവി ഒഴുക്കുന്നത്? മൊയ്തീൻ ശൈഖ്. ആരാ അരുവി ഒഴുക്കുന്നത്? മൊയ്തീൻ ശൈഖ്. അല്ലേ? ആരാ അരുവി ഒഴുക്കുന്നത്? മൊയ്തീൻ ശൈഖ് എന്ന് വിശ്വസിക്കുക. ഇവിടുത്തെ ബാലനെ വിളിച്ചൊരു ചോദിക്കുക, ആരാ മഴയിപ്പിക്കുന്നത്? ശ്രീരാമനാണ് പോലും അവൻ പറയുന്നില്ല, ശ്രീകൃഷ്ണനാണ് പോലും അവൻ പറയുന്നില്ല. ഉണ്ടോ? പറയുന്നുണ്ടോ? ഇല്ല. ആലോചിക്കണം, നിങ്ങൾ ആലോചിക്കണം. ഇവിടെ പറയുന്നതോ മഴ പെയ്യിപ്പിക്കുന്നത് മൊയ്തീൻ ശൈഖാണ്, ഭാരതപ്പുഴ ഒഴുക്കുന്നത് മൊയ്തീൻ ശൈഖാണ്. ആലോചിക്കണം. മക്ക മുശ്രിക്കുകൾ റുബൂബിയത്തിൽ പോലും പങ്കുചേർന്നിട്ടില്ല. മക്ക മുശ്രിക്കുകൾ റുബൂബിയത്തിൽ പോലും പങ്കുചേർന്നിട്ടില്ല. ഇവർ റുബൂബിയത്തിൽ പോലും അല്ലാഹ് റബ്ബാണ് എന്നിടത്ത് പോലും നിഷേധിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന മുജാഹിദ് പ്രവർത്തകർ ഒരു ഇങ്ങോട്ട് ഇതിന്റെ സംഘാടകരാണ്. അവിടെ നിൽക്കുന്ന പള്ളിയുടെ ഭാഗത്ത് നിൽക്കുന്ന മുജാഹിദ് പ്രവർത്തകർ, അതായത് സുന്നി പള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനത്തിന് സാധ്യത ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾ മാറി ഇങ്ങോട്ട് വരും കേട്ടോ. അവരത് കഴിഞ്ഞു. നമ്മൾ ഇവിടെ കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നത് എന്താണ്? അരുവി ഒഴിക്കുന്നത് മൊയ്തീൻ ശൈഖാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ ഇതിന്റെ ഇസ്ലാമിക വിധി എന്താ? ഏത് ഖുർആനാണ് മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചത്? ഏത് ഹദീസ്? മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുവിനോട് ചോദിക്കും, മോനെ ഇത് ശ്രീരാമനാണോ ഇറക്കുന്നത്? ഓൻ പറയില്ല. ഇവര് പറയാൻ മൊയ്തീൻ ശൈഖ്. അബൂജഹലിനോട് ചോദിച്ചു, ആരാ മഴ പെയ്യിപ്പിക്കുന്നത്? ആരാണ് അബൂജഹലെ മഴ പെയ്യിപ്പിക്കുന്നത് ചോദിച്ചപ്പോ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദേ ഇതിൽ ആർക്കാ തർക്കം? അല്ലാഹ്. മക്കയിലെ മുഴുവൻ മുസ്ലിങ്ങളും പറഞ്ഞു അല്ലാഹ് മഴ പെയ്യിപ്പിക്കുന്നത്. ജീവാവസ്ഥയിൽ നിർജീവാവസ്ഥയിലും കൊണ്ടുപോകുന്നത് ആരാ? അബൂജഹൽ പറഞ്ഞു അല്ലാഹ്. ഇവിടുത്തെ ഒരു വിവാദം പറയുന്നത് മൊയ്തീൻ ശൈഖ്. മരിച്ചവരെ മൊയ്തീൻ ശൈഖ് സ്വന്തം കഴിവുകൊണ്ട് ജീവിപ്പിക്കുന്നു. റിസാലയിലെ 1992 എന്റെ കൈവശം നിഷേധിക്കാൻ കഴിയില്ല. ഏത് അബൂജഹൽ പറയാണ് മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അല്ലാഹ്. മരിച്ചവരെ ജീവിപ്പിക്കുന്നത് മൊയ്തീൻ ശൈഖ് ഒറ്റയ്ക്ക്. അല്ലാഹ് കഴിവ് കൊടുക്കേണ്ടതില്ല, അല്ലാന്റെ ആവശ്യമല്ല. ഇങ്ങനെ എഴുതിയ ഒരു വിഭാഗം ഇവിടെ ഇസ്ലാമായി ജീവിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ അബൂജഹൽ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? അബൂജഹൽ ഇതിനേക്കാൾ വലിയ വിശ്വാസിയായിരുന്നു. മഴ പെയ്യിപ്പിക്കുന്ന അല്ലാഹ് എന്ന് വിശ്വസിച്ച അബൂജഹൽ മഴ പെയ്യിപ്പിക്കുന്ന മൊയ്തീൻ ശൈഖാണെന്ന് വിചാരിക്കുന്ന അബൂബക്കർ. ഇവർ രണ്ടുപേരിൽ ഒരാളെങ്ങനെ മുബഹിദും ഒരാളെങ്ങനെ മുശ്രിക്കുമോ? ചിന്തിക്കണം. അബൂജഹൽ മഴ പെയ്യിപ്പിക്കുന്ന ആരാണ്? അബൂജഹലിനോട് ചോദിച്ചാൽ അല്ലാഹ്. മൊയ്തീൻ പാറന്നൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാരോടോ മഴ പെയ്യിപ്പിക്കുന്ന ആരാണ്? മൊയ്തീൻ ശൈഖ്. ഇവർ രണ്ടുപേരും എങ്ങനെയാണ്? ഇവരെങ്ങനെ വരും? ഈ അവസ്ഥാവിശേഷം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ജാരൻ ഫലൗലാ തശ്കുറൂൻ. വല്ലാത്തൊരു ചോദ്യം. 56-ാം അധ്യായം നമുക്ക് ഇതാ വഖയത്തുൽ വാഖിഅ. അതിലെ 68, 69, 70 വചനാണ് ഞാൻ ഓതിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പറ മൊയ്തീൻ ശൈഖ് മഴ പെയ്യിപ്പിക്കും. ഖുർആനിലെ 2-ാം അധ്യായം 38-ാമത്തെ വചനം നിങ്ങൾ പറ. ഖുർആനിൽ ഇന്നടത്തുണ്ട്, നിങ്ങൾ പറ. ഇല്ല. ആരാ മഴ ചൊരിയുക? അല്ലാഹ്. എവിടെ പറയുന്നത്? ഖുർആന്റെ ചോദ്യം തന്നെ എന്തറിയോ? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങളാണോ അതിറക്കുന്നത്? അപ്പൊ ഇവരെ മൊയ്തീൻ ശൈഖാണ്. എന്തൊരു ധിക്കാരം! എന്നിട്ടും മനസ്സിലാവണില്ലേ?
ഇങ്ങോട്ടും മനസ്സിലാവണില്ലേ മഴ പെയ്യിപ്പിക്കുന്നത് ആരാന്ന് അള്ള തീർത്തു പറയാ അള്ളയാണ്. ഇവരൊരേ അള്ള നല്ല വൈരീശേക്കാണ്. ഇനി പറ, ഇത് ധിക്കാരമാണോ, നിഷേധമാണോ, കുഫ്റാണോ, റുബൂബിയ്യത്തിലുള്ള ശിർക്കാണോ? എന്താണ്? ഏതായത്താണ് നിങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചത്? ഏത് ഹദീസാണ് നിങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചത്? ഞങ്ങളെ ഭീകരവാദിയൊക്കെ ചിത്രീകരിച്ച തൽക്കാലം ജനങ്ങൾ തെറ്റിയിരിക്കും. 5 തവണ ഞാൻ പറഞ്ഞല്ലോ, ഈ അകലാട് നിങ്ങൾ 5 സുന്നി മുസ്ലിയാക്കന്മാരെ 5 പ്രാവശ്യങ്ങൾ ഞങ്ങൾക്കും ചേൻസേരി കൂക്കാതെ, ബഹളമുണ്ടാക്കാതെ, ചോദ്യം തരാതെ, കല്ലെറിയാതെ, അതായത് ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടുക. 5 ദിവസം സുന്നി ഉസ്താദ്, 5 ദിവസം ഞാനും. അകലാട്ടപ്പള്ളി മുജാഹിദ് എഴുതി തന്നിരുന്നു. 5-ാമത്തെ ധൈര്യമുണ്ടോ ആദർശപരമായി പോരാടാൻ? ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് നിങ്ങൾ ആശയം കൂക്ക് വിളിക്കാതെ, കല്ലെറിയാതെ, പോലീസ് പ്രൊട്ടക്ഷൻ ഇന്ന് ഞാൻ പ്രസംഗിക്കും, നാളെ പേരോട്, മറ്റന്നാളെ ഞാൻ പ്രസംഗിക്കും, അതിന്റെ പിറ്റേന്ന് പേരോട്, ഇങ്ങനെ പേരോടെന്ന് അവതരിപ്പിച്ച വിഷയത്തെ നാളെ ഞാൻ കണ്ടിക്കും, ഞാൻ അവതരിപ്പിച്ചതിന് പേരോട് കണ്ടു. അങ്ങനെ വിഷയം അവതരിപ്പിച്ച 5 സബ്ജക്റ്റുകൾ ഒരു കൂക്കും ബഹളവും ഇല്ലാതെ 2 ടീമും കൂടി ഒന്നിച്ചിരുന്ന് കരാറിൽ ഒപ്പുവെച്ച് പ്രസംഗം മാത്രം, വാദപരിവാദമൊന്നുമില്ല, വിഷയം അവതരിപ്പിക്കും, ജനങ്ങൾ തീരുമാനിക്കും. ഒലിച്ചു പോകും അറബിക്കടലിലേക്ക് നിങ്ങളുടെ ആദർശം. സത്യം വെല്ലുവിളിയായിട്ട് പറയുന്നു നിങ്ങൾ. അപ്പോഴാണ് നിങ്ങളെ തന്റെ ഇടം തെളിയേണ്ടത്. അല്ലാതെ കൂക്കിപ്പായിട്ട് തെളിയിപ്പിച്ചിട്ടും ബഹളം ഉണ്ടാക്കി തെളിയിപ്പിച്ചിട്ടും ഇതുകൊണ്ട് കാര്യമില്ല. ഇത് ഖുർആനാണ്, ആയത്താണ്, ഹദീസാണ്. അതിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ പ്രശ്നം തീരും. പോലീസുകാരൊന്നും വരേണ്ടി വരില്ല. നിങ്ങൾ നോക്ക്, മുജാഹിദുകൾ ഒരു പരിപാടി വെച്ചാൽ പോലീസിന് വരേണ്ടി വരിക. അപ്പൊ കുഴപ്പക്കാർ ഞങ്ങളോ ബാക്കിയുള്ളവരോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, സുന്നികൾ പരിപാടി വെച്ചാൽ കൂക്കും ബഹളമില്ല, പോലീസുകാർക്ക് വരേണ്ടതില്ല, പെർമിഷൻ പോലും ആവശ്യമില്ല. കാരണം എന്താ? ഒറ്റ മുജാഹിദും കൂക്കയില്ല, ബഹളം ഉണ്ടാക്കിയില്ല. പറയുന്നൊക്കെ വിവരക്കേടാന്ന് മുജാഹിദൊക്കെ അറിയാം. ഒറ്റ പ്രസംഗം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നറിയാം. അതുകൊണ്ട് കൂക്കേണ്ട ആവശ്യമില്ല, ബഹളം ഉണ്ടാക്കണ്ട. സുന്നികൾ പരിപാടി സംഘടിപ്പിക്കും, പോലീസുകാർക്ക് ചീറിപ്പാഞ്ഞ് വരേണ്ടി വരലുണ്ടോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോഴേക്ക് സുന്നികൾ ബഹളം ഉണ്ടാക്കണ്ട. എന്നിട്ടോ പോലീസുകാർ വിചാരിക്കും നമ്മളാ പ്രശ്നം. ഞങ്ങളല്ല സാർ പ്രശ്നം, ഞങ്ങൾ പ്രസംഗിക്കുന്ന അവരാ പ്രശ്നം അല്ലേ? അവർ പ്രസംഗിക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടായി. എന്താ ഇതിനർത്ഥം? ഏതെങ്കിലും ഒരു സുന്നി ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിലെ സാർ ഞങ്ങളുടെ പണ്ഡിതൻ പേരോടെന്ന് വരുന്നുണ്ട്, മുജാഹിദുകൾ കൊളാക്കും, സ്റ്റേജ് കയ്യേറും എന്നൊരു പരാതി ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ. നേരെ മറിച്ച് മുജാഹിദുകളുടെ പരിപാടി വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ തോക്കേക്ക് വന്നിട്ടുള്ള രക്ഷല്ല, കത്തി കുത്തിയായിട്ടാണ് വരുന്നത്. APK സുന്നികൾ എന്തൊരു ദയനീയതയുള്ളത്! നിങ്ങൾക്ക് എന്താ ധൈര്യം ചോർന്നു പോയത്? ഞങ്ങൾ പറയട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ ഉസ്താദുമാർ 1 ലക്ഷം ഉസ്താദുമാരുണ്ട് കുട്ടിക്ക്. 1 ലക്ഷം ഉസ്താദുമാർ പ്രസംഗിച്ചാലും ഞങ്ങളൊരു ലോക്കൽ ഒരു ചെക്കേ വന്ന് പ്രസംഗിച്ചാലും ആ 1 ലക്ഷം ഉസ്താദുമാർ ഒലിച്ച് അറബിക്കടലിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൂക്കാതെ, ബഹളമില്ലാതെ, കച്ചറ കളിക്കാതെ ഏറ്റെടുക്കുക. അപ്പൊ ജനസമൂഹത്തിന് മനസ്സിലാവും ഇതെന്താ സംഗതി, ഇതെന്താ സംഗതി. അങ്ങനെ ഖണ്ഡനം നടന്നിടത്തൊക്കെ അവസ്ഥ പറയോ? 5 മുജാഹിദ് പള്ളി ഉണ്ടായിട്ടും ജനങ്ങൾ തികയുന്നില്ല. അവിടെ ഇതൊക്കെ എങ്ങനെ കിട്ടി? നേരെ ഒരു സുന്നി പള്ളിയിൽ 1000 ആൾ കൊള്ളുന്നിടത്ത് പിന്നെ 100 ആളെ ഉള്ളൂ, 900 ആള് മുജാഹിദായി. അതുകൊണ്ട് അവിടെ 2 പള്ളി വേറെ ഉണ്ടാക്കേണ്ടി വന്നു. ഇതല്ലേ അവസ്ഥ? ഇത് പേടിച്ചിട്ടാണ് നിങ്ങളുടെ ഉസ്താദുമാർ. അല്ലെങ്കിൽ മക്കളെ, യുവാക്കളെ, എന്തിന് ഉസ്താദുമാർ ഈ ജാതി കാണിക്കണം? എന്തിന്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വന്ന് പ്രസംഗിച്ചു, ജനങ്ങൾ കേൾക്കട്ടെ. ഞാൻ ഭീകരവാദിയാണ്, ജനങ്ങൾ കേൾക്കട്ടെ. പിന്നെ എന്നെ ഭീകരവാദി എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഏത് കൊട്ടാരത്തിൽ കയറി ചെന്നൊരു സത്യം എടുപ്പാണ്. അതാണ് കുഴപ്പം. അപ്പൊ പോലീസും കൂടെ കയറി വന്നിട്ട് അസത്യം ചെയ്ത പോലീസുകാരനോട് ചോദിക്കും, സാർ ഇതിനെന്താ? ഇതാണ് കുഴപ്പം. ഇതിനാണ് ഭീകരവാദം എന്ന് പറയുന്നത്. എന്റെ വാപ്പ പറയാം, മോനെ കള്ളുടിക്കണം, കുടിക്കില്ല വാപ്പാന്ന് വാപ്പാന്റെ മുഖത്ത് നോക്കി ഞാൻ പറയുമ്പോ പറയും ഞാൻ ഭീകരവാദി. ഇതാണ് എനിക്കുള്ള കുഴപ്പം. സത്യം മാത്രമേ പറയൂ എന്നുള്ളതാണ് അത്ര എന്റെ ഭീകരവാദം. ഒരു കോംപ്രമൈസും അസത്യത്തിന് കൂട്ടുകൂല എന്നുള്ളതാണ് അത്രേ എന്റെ ഭീകരവാദത്തിന്റെ കാരണം. സത്യം മരിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് 50 കോടി പട്ടാളം AK-47 നിന്നിട്ട് ഒരു നുണ പറയാൻ പറഞ്ഞ പറയില്ലട്ടോ. വേറെയാണ് സംഭവം. ഇസ്ലാഹി പ്രസ്ഥാനം ഒന്ന് വേറെയാ. നുണ പറയാൻ വന്നവരല്ലേ ഞങ്ങളുടെ സത്യം പറയും, വസ്തുത പറയും. സ്വീകരിക്കാം, തള്ളിക്കളയാം, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ഒന്നിനും നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. പക്ഷേ പറയാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കരുത്. നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നില്ല ഇവിടെ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങളോട്, അല്ലല്ലാന്ന് അല്ല കൊടുത്ത നാവുകൊണ്ട് പറയുന്നവർ ഇവിടെ കമ്മിറ്റി സംഘടനയുണ്ട്. ഓൻ ജില്ലാ സമ്മേളനം നടത്തലുണ്ട്, സ്റ്റേറ്റ് സമ്മേളനം നടത്തലുണ്ട്, മണ്ഡല സമ്മേളനം നടത്തലുണ്ട്. ഓന്റെ സ്റ്റേജ് ഇന്ന് വരെ ഒരു APK സുന്നി കയ്യേറിയിട്ടുണ്ടോ? ഇന്ന് വരെ അല്ലല്ല, അല്ല മാത്രമേ ഉള്ളൂ. വിടലടാ, അവന്റെ മൂക്കിലിരിക്കണം. ഇതെന്ത് കഥ? ഏത് കല്ലും മുള്ളും ഏതിനെ ആരാധിക്കും കുഴപ്പമില്ല, ഭയങ്കര സന്തോഷം. അള്ളാനെ മാത്രമേ ആരാധിക്കൂ. അപ്പോഴേക്ക് കല്ലെറിഞ്ഞു. എന്തായത്? ഇതെന്തായത്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് കുടിക്കരുത്. എന്ത് കുടിക്കരുത്? കള്ളുടിക്കരുത്.
കള്ളു കുടിക്കാൻ അറിയുന്ന സ്ഥലത്ത് പോയിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, കള്ളു കുടിക്കരുതെന്ന് അറിയുന്നത് കൂക്ക് വിളിക്കുക. എന്താ ഇത്? ഇതാണ് ചോദ്യം. ഞങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് പ്രമാണബദ്ധമായി തെളിയിക്കും. അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ സാധാരണഗതിയിൽ ബാപ്പ മകന് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബാപ്പാൻ തച്ച് പുറത്താക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ട്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വാങ്ങി തന്നവരാരാ? ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, APEK സുന്നികൾ, നിങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിനെതിരായി. വസ്തുതാപരമായി ഞാൻ തെളിയിച്ചുതരാം. ഞങ്ങളുടെ നേതാക്കന്മാർ പോരാടി കിട്ടിയ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യമില്ല. ഞാനിവിടെ എന്റെ പോലീസുകാരി പ്രസംഗം കേൾക്കുന്നുണ്ടാവും. ഡിപ്പാർട്ട്മെന്റിനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതെന്താന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പഠിക്കാൻ തയ്യാറാവും. ബ്രിട്ടീഷുകാരാൽ വഹാബി മൂവ്മെന്റ് എന്ന് വിളിക്കപ്പെട്ടൊരു മൂവ്മെന്റ് ഉണ്ട്. വഹാബി മൂവ്മെന്റ് എന്തിനാ ബ്രിട്ടീഷുകാരത് വിളിച്ചെന്നറിയോ? നെഞ്ചുംകൂടെ സായിപ്പിനോട് പോടാ കടക്കടാ പുറത്ത് എന്ന് മുജാഹിദുകൾ പറഞ്ഞു. അന്ന് സമസ്തക്കാർ ചെയ്തെന്തറിയോ? സമസ്തയുടെ കിതാബെന്ന് ഞാൻ ഉദ്ധരിച്ചു തരാം. ബ്രിട്ടീഷുകാരന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹ് ബ്രിട്ടീഷുകാരന് ബർക്കത്തും സഹായവും നൽകണേ. ഒരു ചെറിയ ബോംബർ ഉണ്ടായെടുത്ത് ഇർവിൻ പ്രഭു രക്ഷപ്പെട്ടു. അതിന് സമസ്തന്റെ ഉസ്താദുമാരെന്ന് പ്രാർത്ഥിച്ചെന്നറിയോ? ഇർവിൻ പ്രഭു എന്ന ഞങ്ങളുടെ മഹാനെ രക്ഷപ്പെടുത്തിയതിന് അല്ലാഹുവേ നിനക്ക് സ്തുതി. കേൾക്കണം, ജമാഅത്തെ ഇസ്ലാമിയോ സ്വാതന്ത്ര്യ സമരത്തിന് 1000 വട്ടം ശാപം. മുജാഹിദുകളോ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ പടപൊരുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വാതന്ത്ര്യമില്ലത്രേ ഈ കേരള മണ്ണിൽ. ഇന്നത്തെ പത്രം വായിച്ചു ആരും പറയണേ, ഇത് ഈ മൊയ്തു മൗലവിന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഈ മൊയ്തു മൗലവി ആരാ? ഈ മൊയ്തു മൗലവി EKAP ജമാഅത്തെ ഇസ്ലാമി കാക്ക അല്ല. ഈ മൊയ്തു മൗലവി മുജാഹിദിന്റെ നേതാവായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനി. ഞാൻ ചോദിക്കട്ടെ, EKAP സുന്നികളിൽ നിന്നും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനിയെ ഒരു നേതാവിന്റെ പേര് പറയാമോ? ഒറ്റ നേതാവിന്റെ. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ഒരു ജമാഅത്ത് നേതാവ്, ഒറ്റ ജമാഅത്തിനെ നൂറുകണക്കിന് ആളുകൾ ഉദ്ധരിക്കുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഞങ്ങളൊക്കെ അറിയും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന അഡ്രസ്സുള്ള മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട്. അതാരറിയോ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാ വക്കം അബ്ദുൽ ഖാദർ മൗലവി? പഠിക്കണോ? കേരളത്തിന്റെ സ്കൂളിലെ EKAP ജമാഅത്തൊക്കെ പഠിക്കുന്ന സ്കൂളില് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റി പഠിക്കുമ്പോ ഒരു മുജാഹിദ് പണ്ഡിതനെ പറ്റി പഠിക്കാതെ നിന്റെ പരീക്ഷ പൂർത്തിയാവൂല. മനസ്സിലായി? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറയാതെ ചരിത്രം പൂർത്തിയാവില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹത്തിന്റെ വലിയ സിനിമ എടുക്കുന്നവരെ കേരളത്തിലെ ആളുകൾ ചിന്തിച്ചു. ഞങ്ങൾ അതിനോട് അനുയോജിക്കുന്നില്ല. ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുജാഹിദായിരുന്നു. മനുഷ്യരെ, മുജാഹിദായി. മനസ്സിലായി? മുജാഹിദ് നേതാക്കന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യം ഞങ്ങളുടെ കയ്യിലുള്ളത്. മുസ്ലിങ്ങളിൽ അമുസ്ലിങ്ങൾ ഒരുപാട് 41, അതിൽ ബാക്കി ഞങ്ങളൊക്കെ ഇവിടുത്തെ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും സ്വാതന്ത്ര്യത്തെ എതിർത്തവരും സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തവരും ബ്രിട്ടീഷുകാരുടെ പാട്ടുകാരുമായിരുന്നു. നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്നിട്ട് നെഞ്ചൂക്കോടെ വെടിയുണ്ടകളെ ഏറ്റുവാങ്ങി സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഇന്ത്യയിൽ മുജാഹിദിന് പ്രസംഗിക്കാൻ പട്ടാളത്തിറക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. ഞാനിത് വളരെ വികാരത്തോടുകൂടി പറയാം. എന്തൊരു വേദന! ഈ നാടിന് സ്വാതന്ത്ര്യം നേടി തന്ന ഒരു പൗരന്റെ മുഖത്ത് ചവിട്ടുക. മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിന് തുല്യമായി ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ ഒരു പ്രസ്ഥാനത്തിന് ഒരു പ്രസംഗം ചെയ്യാൻ പോലീസിനെ വിളിച്ചെത്തി ഇതാ സാർ ഇവിടെ പ്രശ്നമാണെന്ന് പറയേണ്ട ഒരവസ്ഥ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓർക്കണം. ബാക്കി ഞങ്ങൾ കൊടിയേരി ബാലകൃഷ്ണനെ പോയി കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. കേരളത്തിൽ ഞങ്ങളുടെ സ്റ്റേജ് കൈയേറ്റപ്പെട്ടു. എന്തിന്റെ പേരിൽ? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്ത് കള്ളത്തരം കാണിക്കുന്ന പുരോഹിതന്മാരിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ, നിങ്ങളുടെ പെൺകുട്ടികളുടെ മാനം കാത്തതിന്റെ പേരിൽ, ഏർവാടിയിലും നാഗൂറിലും കൊണ്ടുപോയി നിങ്ങളുടെ പെങ്ങളെ പലരും ഉപയോഗിച്ചു. അതിൽ നിന്ന് നിങ്ങളെ തടുത്തത്, പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയതിൽ, അവരുടെ ഈമാനിനെ പ്രൊട്ടക്ട് ചെയ്തതിൽ, അവരുടെ ചാരിത്രശുദ്ധിയെ സംരക്ഷിച്ചതിൽ, അതല്ല മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത്. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്ക് വിജ്ഞാനം ഉണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, പെണ്ണിനെ അക്ഷരജ്ഞാനം ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു കാലത്ത്. അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഖുർആൻ ഓതി തന്നു. ആ ഖുർആന്റെ എവിടെയാ? ഇവിടെ ഇഖ്റഉ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യന് അറിവില്ലാത്തത് പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദാനൻ. സ്ത്രീ മനുഷ്യരിൽ പെടുവോ? ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഈ കഴിഞ്ഞ ദിവസം തലശ്ശേരി ഒരു വാദപ്രതിവാദം നടന്നു. സ്ത്രീ ജമാഅത്ത് ജുമാ. അതിൽ ഫൈസൽ അഹ്സനി എന്ന് പറയുന്ന സുന്നി പണ്ഡിതൻ പറഞ്ഞെന്തറിയോ? റസൂലിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിരുന്നു. നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. അന്ന് പെണ്ണുങ്ങൾ പോയപ്പോൾ പട്ടികൾ പോയിരുന്നു പള്ളിയിൽ. നിങ്ങൾ കേൾക്കണം.
ഒരു പട്ടി പോയിരുന്നു, അതുകൊണ്ട് ഇപ്പൊ പട്ടി പോകാനാ. അപ്പൊ അയാളുടെ ഉമ്മാന്റെ സ്ഥാനം എന്താ? അയാളുടെ ഭാര്യ കയർ കൊടുത്ത സ്ഥാനത്രേ. സുന്നികളിൽപ്പെട്ട സ്ത്രീകളെ പറ്റി അയാൾ പറഞ്ഞാൽ പട്ടികൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഒറിജിനൽ കേസറ്റ ഫൈസൽ മുസ്ലിം, ഫൈസൽ ഹുസൈനി രണ്ടത്താണിയുടെ പ്രസംഗം ഞാൻ പറയുന്നത്. പട്ടികൾ പോയിരുന്നു, ആ പട്ടിക്ക് തുല്യാണ് പെണ്ണ്. ഇവനൊക്കെ പൊറപ്പിക്കുന്ന ഭാര്യമാരില്ലേ? നിങ്ങൾ ആലോചിക്കണം. ഒരു ഏറ്റവും ലേറ്റസ്റ്റ് തലശ്ശേരി നടന്ന വാദപ്രതിവാദത്തിൽ പട്ടികൾ പോയിരുന്നു, അതിന് തുല്യാണ് പെണ്ണുങ്ങൾ. അത് പ്രസംഗിച്ച ആളുകളെ നിങ്ങൾ ബഹുമാനിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് അഡ്രസ്സും അന്തസ്സും ഉണ്ടാക്കി കൊടുത്ത ഞങ്ങളെ നിങ്ങൾ പെണ്ണുപിടിയന്മാരായി ചിത്രീകരിക്കുന്നു. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് വന്നപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾക്കെതിരെ പള്ളി പോയ അവിടെ വ്യഭിചാരം, മദ്രസ പോയ വ്യഭിചാരം, ഞങ്ങൾ ആ ജാതി ചവറൊന്നും വിളമ്പാറില്ല. അങ്ങനെ വിളമ്പാണ് നിങ്ങളെ പല ആളുകളുടെ കഥയും ഞങ്ങൾ പറയാറില്ല, ആവശ്യമില്ല. കാരണം അത് മൂടി വെക്കണമെന്നായി ഇസ്ലാം പറഞ്ഞു. അത് മൂടി വെക്കണം, ആരും പറയരുത്. വൈകാരികത അടിമപ്പെട്ട് മുജാഹിദ് പറയരുത്, സുന്നി. കാരണം ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചു വെച്ചാൽ പരലോകത്ത് അല്ലാഹുവിന്റെ ന്യൂനത മറച്ചു വെക്കുന്ന ഇത് നമ്മളൊക്കെ കീപ്പ് ചെയ്യേണ്ടത്. ആശയം പറയും. പാറനൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ശിർക്ക് പറഞ്ഞാൽ നമ്മളത് പറയും, ബിദിയത്ത് പറഞ്ഞാൽ അത് പറയും. നേരെ പാറനൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഒരു ഹറാമ് ചെയ്തിട്ട് ഇറങ്ങി വരാൻ പറയില്ല, അതിന് പറയാൻ പാടില്ല. അതിന് ചെയ്താൽ പോലും പറയാൻ പാടില്ല. ഞങ്ങൾ നിങ്ങൾ ചെയ്താൽ പറയാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. അതൊക്കെ ഒന്ന് പഠിക്കണം. ആവശ്യമില്ലാത്ത വാശി വൈരാഗ്യമൊന്നും ആവശ്യമില്ല. ഞാനിവിടെ ആയത്ത് ധരിച്ചല്ലോ, ഹദീസ് ധരിച്ചല്ലോ, ജനങ്ങൾ കേൾക്കട്ടെ, നാളെ നിങ്ങൾക്കും കേൾക്കട്ടെ. ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് അസ്വസ്ഥത ഇല്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഞങ്ങൾ പ്രസംഗം തുടങ്ങുമ്പോഴേക്ക് അസ്വസ്ഥത? ഇതിന് ബേജാറാവണം. നിങ്ങളുടെ കയ്യിലാണ് അള്ളാന്റെ പ്രകാശം, അല്ലെങ്കിൽ അള്ള നിങ്ങളെ കൂടെ അല്ലേ? ഞാൻ ചിന്തിക്കുന്ന കാര്യം അതാ. എന്റെ മനസ്സ് ഉള്ളും പുറവും ഒന്നായതുകൊണ്ട് ഞാൻ പറയാൻ, നിങ്ങളെ കൂടെയാണ് അള്ളെങ്കിൽ ഒരു മുജാഹിദിന്റെ പ്രസംഗം നടക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഒപ്രാളോ? ശരിക്കും വേണ്ടത് എന്താ? മുജാഹിദുകൾ പേച്ചവരാണെങ്കിൽ അത് കേൾക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കില്ലേ വേണ്ട? അല്ലേ? ജനങ്ങൾ കേട്ടിട്ട് ഇവർ പേച്ചവരാണെന്ന് മനസ്സിലാക്കാൻ ഒരു മുജാഹിദ് വാശിയിൽ എന്ന ഭീകരവാദി എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടോളി. എന്ന ഭീകരവാദിന്റെ പ്രസംഗം നല്ലേ പറയേണ്ടത്. എന്നിട്ട് കസേരട്ടോട്ട് കേൾപ്പിച്ച് ഞാനെന്ന ഭീകരവാദിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സുന്നിയിൽ ആളുകൾ ഉറപ്പിച്ചു നിർത്തില്ലേ? അവർക്കറിയാം കട്ടയും പടവും മടങ്ങും. 2.5 മണിക്കൂർ പ്രസംഗിച്ച കട്ടയും പടവും മടക്കും. അത് ഞങ്ങളുടെ കയ്യിൽ ആയുധത്തിന്റെ ബലോ കയ്യും മസിലും ഒന്നും ഉണ്ടായിട്ടല്ല. ആകെ 52 കിലോനേ ഉള്ളൂ. വേറെ ശക്തി ഇതൊന്നുമില്ല. ഇതിന് അള്ള തന്ന ശേഷി വേറൊന്നുമില്ല. അതിന് അള്ള ശേഷി തരാൻ ഒരു കാരണമുണ്ട്. അവൻ പഠിപ്പിച്ച ദീനല്ലാത്തൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ദീന് കണിശതയോടുകൂടി പറഞ്ഞു. ആരെയും കോംപ്രമൈസ് നോക്കിയില്ല. കൊല്ലപ്പെടുമെന്ന് വിചാരിക്കുമ്പോൾ പോലും കോംപ്രമൈസ് വന്നില്ല. സത്യം പറഞ്ഞു. കാരണം അഫ്ദലുൽ ജിഹാദ്, ഏറ്റവും വലിയ ജിഹാദ് റസൂൽ പറയാണ്. ജിഹാദിൽ ഒന്നെന്താണ്? ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ്. രണ്ട് അക്രമിയായ ഭരണാധികാരിയോട് സത്യത്തിന്റെ വാചകം പറയില്ല, തോറ്റുകൊടുക്കാതെ സത്യത്തിന് വേണ്ടി കൂട്ടു നിൽക്കൽ. നിങ്ങളുടെ ഈ ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തുക. സത്യനിഷേധികൾ നിങ്ങൾ അനുസരിച്ചു പോകരുത്. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ വമ്പിച്ച ജിഹാദ് നടത്തണം. 25-ാം അധ്യായം 52-ാമത്തെ വചനമാണ്. വലഖദ് ജിഇതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വരും. ഒറ്റക്കൊറ്റക്കാണ് നിങ്ങൾ വരിക, ഒരാളുമില്ലാതെ. ശീലാകർമ്മം ചെയ്യാത്തവരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, വസ്ത്രം ധരിക്കാത്തവരായിട്ട് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ വരും. 6-ാം അധ്യായം 94-ാമത്തെ വചനമാണ്. വലഖദ് ജിഇതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. എന്റെ പ്രിയപ്പെട്ട മനുഷ്യരെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, എല്ലാവരും പരലോകത്ത് ദൈവസന്നിധിയിൽ വരും. ആ ദൈവസന്നിധിയിൽ വരുമ്പോ അന്തന്ത മഹാപ്രഭുസന്ധിയെ സംഭൂതമുപാസതേ ദൈവത്തെ അല്ലാതെ ദൈവത്തിന്റെ സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിലാ പോവുക. ആകാശഭൂമികളെ സൃഷ്ടിച്ച സർവാധിനാഥനായ പടച്ചതമ്പുരാൻ, ഇവിടെയുള്ള 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തബീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ഹാദാ ഖൽഖുല്ലാഹ് ആയത്ത്
പടച്ച റബ്ബിന്റെ കലാമിൽ നിന്നാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനാണ്. ഖുർആനിലെ അധ്യായം നമ്പറാണ് ഈ പറഞ്ഞത്. ആയത്ത് നമ്പർ 10-11. ആകാശത്തെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനാവാത്ത തൂണുകളാൽ അല്ലാഹു നാട്ടി നിർത്തിയിരിക്കുന്നു. ഭൂമി നിങ്ങളെയും കൊണ്ടിടകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയിരിക്കുന്നു. ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞു തരുന്നു അവൻ. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇതെല്ലാം അവന്റെ സൃഷ്ടി വൈഭവമാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. മൊയ്‌ദീൻ ശൈഖ് മഹാനാണ്, മമ്പറം തങ്ങൾ മഹാനായിരിക്കാം, എന്റെ പ്രിയപ്പെട്ടവരെ അവരൊക്കെ മഹാന്മാരായിരിക്കാം. പക്ഷേ അവര് സൃഷ്ടിച്ച ഒന്നും ഈ ഭൂമിയിലില്ല. ലം യഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. 35-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ഒരു ഈത്തപ്പനക്കുരുവിന്റെ നിസാരമായ ഒരു ഈത്തപ്പനക്കുരുവിന്റെ നേർത്ത പാട പോലും അവരൊരാളും അധീനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ ആരാധിക്കരുത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ പല മഹാന്മാരെയും വിളിച്ച് വേർക്കണില്ലേ? അല്ലാഹു ചോദിക്കുന്നു, ആ മഹാന്മാര് സൃഷ്ടിച്ച ഒരു ഈച്ചയെ, ഒരു കൊതുകിന്റെ കാലിനെ, മൊയ്‌ദീൻ ശൈഖ് സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല്, മുഹമ്മദ് നബി സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല്, ഈസാ നബി സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല്, അല്ലേ അമ്മ സൃഷ്ടിച്ച ഒരു കൊതുകിന്റെ കാല് ലോകത്തൊരാൾക്കും സാധിക്കില്ല. അത് സൃഷ്ടിച്ചവൻ മുജാഹിദ് പ്രസ്ഥാൻ അതാ പറയുന്നത്. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ സുന്നികൾ നാളെ വന്നിട്ട് എങ്ങനെ ക്ലിപ്പിംഗ് അറിയും? അമുസ്ലിങ്ങളുടെ ദൈവത്തെ പറ്റി പറഞ്ഞു. എല്ലാ സ്ഥലത്തും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച്. പക്ഷേ പ്രസംഗം ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടാൽ കേൾക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പുറപ്പുറം കട്ട് ചെയ്ത് കേൾപ്പിക്കുക. എന്തുകൊണ്ട്? സത്യം കയ്യിലില്ലാത്തത് കൊണ്ട്. അല്ലേ? സത്യം കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. നിങ്ങൾ പറ, ഞങ്ങളുടെ ഒരു ക്ലിപ്പിംഗ് അത് തെറ്റാണ്, റോങ് ആണ്, അങ്ങനെയല്ല. അപ്പുറപ്പുറം ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദുകൾ കൂട്ടിക്കൊഴിച്ച് മമ്പർത്ത് നടത്തുന്ന കുടിയിറക്കവും കാര്യങ്ങളും അത് മുജാഹിദുകൾ വേറൊരു ക്ലിപ്പിംഗ് കയറ്റിയതാണ്. വേണ്ട, മമ്പർത്ത് ഇനി നേർച്ചടക്കുമല്ലോ, അതിന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. മമ്പർത്ത് നേർച്ചടക്കുമ്പോൾ ഞങ്ങളെ ചെലവിൽ ഇവിടെ നിങ്ങൾ വരുമോ? AP സുന്നികൾ നിങ്ങൾ 10 ഉസ്താദിനെയും കുട്ടികളെ 10 പ്രവർത്തകരെ മമ്പർത്തും കൊണ്ടോട്ടി നിങ്ങൾ നടത്തുന്ന നേർച്ചയിൽ ഞങ്ങൾ കാണിച്ച ക്ലിപ്പിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറ. അടുത്ത മമ്പർ നേർച്ചടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിളിക്കും, ഞാൻ വരാം കൂടെ. എന്നിട്ട് നിങ്ങൾ അത് കണ്ടിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ട്, ഞാൻ ഇവിടെ ഒന്ന് പറയും ആ ക്ലിപ്പിംഗ് ശരിയല്ല, സുന്നികളോട് ചെയ്ത അക്രമമാണ്, ചെയ്യരുത് എന്ന് പറയും. നിങ്ങളെ കൂടെ വരില്ല. പക്ഷേ അനീതിക്ക് നിങ്ങളെ കൂടെ കൂട്ടക്കൂല. സത്യത്തിൽ നിങ്ങൾ എവിടെ വിളിച്ചാലും വരും, മർക്കസിൽ വിളിച്ചാൽ വരും. പക്ഷെ ചേകന്നൂരിന്റെ അനുഭവം എന്റെ അടുത്ത് എടുക്കരുത് മാത്രം. അത്രേ ഉള്ളൂ. കൈകൊണ്ട് കാലുകൊണ്ട് ടൈഗറോടുള്ള കളി വേണ്ടാന്ന് മാത്രം. മാവുകൊണ്ട് കളിക്ക്, തെളിവുകൊണ്ട് കളിക്ക്, കിതാബ് കൊണ്ട് കളിക്ക്. അപ്പൊ കാണിച്ചു തരാം അറബിക്കടലിലേക്ക് ആരാ ഒളിച്ചു പോവുക. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ഇരുതല മൂർച്ചയുള്ള ആയുധം. AK-47 കത്തിയും പിച്ചാത്തിയൊന്നല്ല. ഖുർആൻ ആരെ മുമ്പിൽ ഓതിക്കൊടുത്ത അല്ലെ? അങ്ങനെ ഖുർആന്റെ പ്രത്യേകത എന്താ? ചാടും കുതിര, ഓടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ഖുർആൻ കണ്ടാ നിൽക്കണം നീ മുഅ്മിനാണെങ്കിൽ. അതാണ് ഖുർആന്റെ പ്രത്യേകത. അത് ഉദ്ധരിച്ചിട്ട് ഞങ്ങൾ പറയാൻ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാ അങ്ങനെയാ മുസ്ലിം എങ്ങനെ പറയുന്നത്? മുഹമ്മദ് നബിയെ സാധാരണക്കാരനാക്കി ആണോ? മുജാഹിദുകൾക്ക് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിശ്വാസം നിങ്ങളാ പറയേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. ഞങ്ങൾ അറിഞ്ഞ മുഹമ്മദ് നബിയെ നിങ്ങൾ അറിഞ്ഞു ഉണ്ടോ? ഞാനൊരു ലളിതമായ ഉദാഹരണം പറയാം. ഒരു ബാപ്പ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, നല്ല ഫിറ്റായ ഒരു ഉദാഹരണം കേട്ടോളി. ഒരു ബാപ്പ, നല്ല ആദർശശാലിയായ ഒരു ബാപ്പ, ഒരിക്കലും കളവ് നടത്താത്ത, റോഡ് ബ്ലോക്ക് ചെയ്യാത്ത, അന്യനെ ആക്രമിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത, എല്ലാ നന്മയുള്ള ഒരു ബാപ്പ. ശ്രദ്ധിക്കണം, പോയിന്റ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഈ ബാപ്പ 5 മക്കളുണ്ട്. ആ ബാപ്പാക്ക് ശ്രദ്ധിക്കണേ, നല്ല ഉദാഹരണമാണ്, ശ്രദ്ധിച്ചോളി. ഈ ബാപ്പാക്ക് 5 മക്കളുണ്ട്. ബാപ്പ ജീവിതത്തിൽ ഒരിക്കലും അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. ബാപ്പ ഒരിക്കലും അല്ലാത്തവരുടെ പേര് നിറച്ചിട്ടില്ല. ബാപ്പ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ബാപ്പ ജീവിതത്തിൽ ഒരിക്കലും താടി നീട്ടാതെ വിട്ടിട്ടില്ല. താടി നീട്ടി, മീശ വെട്ടി ഒതുക്കി, നരയണ്ട മേലെ ഡ്രസ്സ് ധരിച്ചു. എല്ലാ അർത്ഥത്തിലും ബാപ്പ മാതൃക. ഇങ്ങനെ ജീവിച്ച് മരിച്ച ഒരു ബാപ്പാന്റെ 5 മക്കളിൽ 4 ആളുകൾ, ശ്രദ്ധിച്ചോളൂ, 4 ആളുകൾ ബാപ്പാന്റെ ഒരു പിടി മുടി കയ്യിലെടുത്തു, ബാപ്പാന്റെ ചുപ്പ കയ്യിലെടുത്തു. ശ്രദ്ധിക്കണേ, 5ാമത്തെ മകൻ ബാപ്പ ജീവിച്ച പോലെ കണ്ണു കുടിക്കാതെ ജീവിച്ചു, പെണ്ണ് പിടിക്കാതെ ജീവിച്ചു, പലിശ കൊടുക്കാതെ ജീവിച്ചു, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിച്ചു. ബാപ്പ ജീവിച്ച പോലെ ബാപ്പാൻ അപ്പടി വിശ്വസിച്ചു. ഇവർ 2 പേരും ആരാത്തമന്മാർ.
ബുദ്ധി തലച്ചോറ് അടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ടേ രക്ഷല്ല. അല്ല, തലച്ചോറ് നിങ്ങൾക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ 5 മക്കളിൽ 4 ആള് പോക്കും ഒരാൾ ഉത്തമനുമാണ് ആണോ? എങ്കിൽ മുജാഹിദുകൾ ഉത്തമന്മാരും സമസ്തക്കാർ ഉത്തമന്മാരല്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറയാട്ടോ, കേട്ടോളി, ആ റസൂലിനെ അവികരിക്കുന്നു. റസൂൽ എന്താ പറഞ്ഞത് ഖൗമിനോട്? റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാന നിമിഷത്തിൽ പറയാറുണ്ട്, എന്റെ മുടിയും എന്റെ തുപ്പലും കാഷ്ടവും എന്റെ ജുബയും മുറുക്കി പിടിച്ചോളിക്കോ, മുറുക്കി അടുപ്പിടിച്ചോളി, കാട്ടൊന്നും ഒരുത്തൻ ഷെയർ കൂടി ചെയ്യരുത്, മുറുക്കി പിടിച്ചോ. റസൂൽ പറയാ, റസൂൽ എന്താ പറഞ്ഞത്? ഖുർആനും ഞാൻ നിങ്ങൾക്ക് 2 എണ്ണം വിട്ടേച്ച് പോകുന്നു. 2 എണ്ണം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ച് പോകുമ്പോൾ ആ 2 എണ്ണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം, വഴി തെറ്റൂല. സമസ്തക്കാര് പറഞ്ഞത് ജുബയും മുടിയുമാണ്, ഞങ്ങൾ പറഞ്ഞു ഖുർആനും സുന്നത്തുമാണ്. ഏത് സ്വീകരിക്കണം? തല വർക്ക് ചെയ്യട്ടെ, ഇന്ന് മുതലെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യട്ടെ. തല നിങ്ങൾ ചിന്തിക്കും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കും. ഒരു ബാപ്പ മകനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നു, വേറൊരു മകൻ ബാപ്പാന്റെ ചുപ്പക്കുപ്പായോ ബാപ്പ വിട്ടേച്ചോ പേനയും മുറുക്കം പിടിക്കുന്നു, ബാപ്പാന്റെ ഒരു മുടി. ഇതിലാരാ നല്ലത്? ഇനി ഞാൻ നിങ്ങളോട് ഒന്നുകൂടി ചോദിച്ചോട്ടെ, റസൂലുള്ളാഹിന്റെ മുടി വിൽപ്പന നടത്തണം നിങ്ങളോട് ആരെയും പറഞ്ഞു? ഒറ്റ കാര്യം ഞങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൈ, അതായത് റസൂലിന്റെ മുടിയാണെങ്കിൽ കത്തൂല, അതായത് അഗ്നിയിൽ കൊണ്ടേ റസൂലുള്ളാഹിന്റെ മുടി വെച്ചാൽ കത്തൂല. റസൂലിന്റെതാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ കത്തു, ഉമർ ഇബ്നുൽ ഖത്താബ് അള്ളാന്റെ കത്തു, റസൂലിന്റെ കത്തൂല. ഞാൻ ചോദിക്കുന്നു, കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി പരസ്യമായ ഒരു ചില്ലുകൂട്ടിൽ വെച്ച് കത്തിക്കാൻ തയ്യാറുണ്ടോ? ധൈര്യമുണ്ടോ? ചോദിക്കും. ഇപ്പം വിളിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ആ മുടി കത്തിക്കാൻ തയ്യാർ. റസൂലിന്റെ മുടിയാണ് കത്തൂല. അസറത്തുമാൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തു. അവിടെ ആദ്യം എന്ത് ചെയ്തു? ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുടി കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഔറംഗസീബ് ചെയ്തെന്നറിയോ? ആദ്യമായി ആ മുടിയിൽ തേമ്പരട്ടി. കാരണം റസൂലുള്ളാഹിന്റെ ഒറിജിനൽ മുടിയാണ്, തേമ്പരട്ടി ഈച്ച വരൂല. അല്ലാത്ത ഏത് മുടിയിലും തേമ്പരട്ടി ഈച്ച വരും. അവര് തേമ്പരട്ടി ഈച്ച വന്നില്ല. അവര് വാക്കാട്ടോ കേട്ടോ, അവര് പറയുന്ന കാര്യം. ഈച്ച വന്നില്ല. മുടി കത്തിച്ചു, കത്തിയില്ല. നേരില്ല. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, കാരന്നൂർ മർക്കസിലെ നബിയുടെ മുടി എന്ന് പറഞ്ഞു. 2 കാര്യം പറയുന്നത്. ഒന്ന്, അത് DNA ടെസ്റ്റ് നടത്താൻ നിങ്ങൾ ആ മുടി DNA ടെസ്റ്റ് നടത്തിയാൽ ഏത് കാലത്തുള്ള മുടിയാന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാന്തപുര ഉസ്താദിന്റെ പ്രായേ ഉള്ളൂ. ഉസ്താദിന്റെ മുടിയാ, ഉസ്താദിന്റെ. വെല്ലുവിളിക്കുന്നു ഞാൻ, ഉസ്താദിന്റെതല്ല, നബിയുടേതാണ്. നിങ്ങൾക്ക് വാശിയോട് വിട്ടറിയിക്കാൻ പറ്റുമെങ്കിൽ DNA ടെസ്റ്റ് പോലീസ് പ്രൊട്ടക്ഷനിൽ വിട്ടുതരാൻ ധൈര്യമുണ്ടോ എങ്കിൽ അറിയാ ചതിയുടെ പൂരം വെല്ലുവിളി ഏറ്റെടുക്കാൻ. നിങ്ങൾ വെല്ലുവിളിക്കുന്നല്ലേ, ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. റസൂലുള്ളാഹിന്റെ മുടി, അത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റ് നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അഗ്നിക്കിരയാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? തേൻ പുരട്ടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പരസ്യമായി. അപ്പം മനസ്സിലാകും കഥ. അപ്പൊ ഷെഹ്റയ മുബാറക്ക് എന്താകുന്നു ഞാൻ പറയുന്നില്ല, അത് ജനങ്ങൾ കൈകാര്യം ചെയ്യും. പറ്റിക്കരുത്, ചതിക്കരുത്. നിങ്ങൾ പറഞ്ഞാൽ മതി, മുടി വിറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൈസ ഉണ്ടാക്കാനാ. മുടി ഞങ്ങൾ മാറ്റി വെച്ചോ, നിങ്ങൾ പൈസ തരില്ല. അതിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളോട് പറയണം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ സ്ഥലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബികൾ വിറ്റതായി, പൈസക്ക് കൊടുത്തതായി നബിയുടെ, അതായത് ഇവർ ചെയ്യുന്നുണ്ടറിയോ, അത് റഹ്മത്തുള്ളാഹി കാസിമി അടക്കം ചെയ്തെന്തറിയോ? നബീന്റെ മുടിന്റെ വെള്ളം ഒരു കുപ്പി വെള്ളത്തിന് 25,000 രൂപ. ഒരു കുപ്പി വെള്ളത്തിന് 25,000. വസ്തു നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിയുടെ മുടി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും, എന്നിട്ട് അതിൽ നബീന്റെ മുടി ഇങ്ങനെ മുക്കും. എന്താ നടക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലായിക്കൂടെ? ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും, അതിൽ നബീന്റെ മുടി ഇട്ടിട്ട് ആ പാത്രത്തിലെ വെള്ളം ഒന്നിച്ച് ടാങ്കിലേക്ക് ഒഴിക്കുക, ഒന്നിച്ച് കിണറിലേക്ക് ഒഴിക്കുക, എന്നിട്ട് അതിൽ മുടി കൊടുക്കുക. ഇതപ്പം നടക്കുന്നത്. ഞങ്ങൾ ഒരൊറ്റ ചോദ്യം ചോദിക്കും, ആ റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം ഇങ്ങനെ മുക്കി വെള്ളം മൊത്തത്തിലായി സപ്ലൈ ചെയ്യാൻ ഏത് ഹദീസ് കൊണ്ടാണ് നിങ്ങൾ തെളിയിക്കാൻ പോകുന്നത്? നിങ്ങൾ ഉദ്ധരിക്കുക, അടുത്ത വരവിന് നിങ്ങൾ ഉദ്ധരിക്കുക. ഹദീസിന്റെ സെനദടക്കം ഉദ്ധരിച്ച് സെനദുള്ള, ഈ സെനദുള്ള നിങ്ങൾ എന്താ വിചാരിച്ച്? ഷെയ്ഖ് കൈ പിടിച്ച പരമ്പര ക്ലിയറായ നബിയിൽ നിന്ന് ആർക്ക് കിട്ടി, അതാരിൽ നിന്ന് ആർക്ക് കിട്ടി, അതാരിൽ നിന്ന് ആർക്ക് കിട്ടി, അതാരുടെ കയ്യിൽ സൂക്ഷിച്ചു, അങ്ങനെ പരമ്പര കണ്ണിമുറിയാതെ കാന്തപുരം വരെ എത്തുന്ന. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിലേക്ക് നിങ്ങളെ വിളിക്കുന്നതിന് ഒരു കാരണം എന്താ അറിയോ? ഇപ്പൊ പറയുന്നത് മുഹമ്മദ് നബി പറഞ്ഞത്രേ, എനിക്ക് ഖമറുൽ ഉലമ കാന്തപുരത്തിനെ ഭയങ്കര ഇഷ്ടമാണ്.
അതുകൊണ്ട് എന്റെ മുടി മുഹമ്മദ് നബി പറയാനത്രേ അബൂബക്കറിന് കൊടുക്കണം. ഞാൻ വെറുതെ പറയല്ല, ഇത് കണ്ടോ നിങ്ങൾ, ഇത് കണ്ടോ ബഹുമാനിരെ നിങ്ങൾ. കാന്തപുരം സുഹൃത്തുക്കളെ ഇറക്കിയ പിന്നെ ലഘുലേഖയാണ് മനുഷ്യരെ എവിടെ എത്തിച്ച് ചതിക്കുന്നു. കേട്ടോളി, വായിച്ചു കൽപ്പിച്ചരാ. ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അനാഥ മക്കൾ എന്ന മർക്കസിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസ, സാമൂഹ്യ, കാരുണ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് ഉന്നത നേതൃത്വത്തിലെത്തിയ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദും സുന്നി മർക്കസും അഭിമാനത്തിന്റെ ആത്മീയ അനുഭൂതിയുടെ മഹാവികായത്തിലാണെന്നുള്ളത്. അതിന് കാരണം ഇനി അടിവരട്ടോടി, അതിന് കാരണം മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ സഹാബയെ ഏൽപ്പിച്ച അവിടുത്തെ വിശുദ്ധ കേശം പ്രസിദ്ധമായ ഹസ്റജ് ഗോത്രത്തിലെ ഇപ്പോഴത്തെ പ്രമുഖ വ്യക്തി മുത്ത് ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം നബി നിർദ്ദേശിച്ചത്രേ വന്ദ്യരായ കാന്തപുരം ഉസ്താദിനെ കോഴിക്കോട് സുന്നി മർക്കസിൽ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഏതാ നൂറ്റാണ്ട്, ഏതാ തീർന്നില്ലട്ടോ. അടുത്ത വചനത്തോടെ മുത്ത് ഹബീബായ റസൂലുള്ളാഹി ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ തൃപ്തിപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കുവാനും ആനന്ദിക്കുവാനും നമുക്ക് ആയുസ് നൽകിയ സർവശക്തനായ നാഥ നിനക്ക് സർവസ്തുതി. അള്ളാന്റെ റസൂൽ കാന്തപുരത്തിന് തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹദീസിലുണ്ടാവും. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഏത് ഹദീസ് ഗ്രന്ഥം നിങ്ങൾ പറഞ്ഞോളൂ. പരലോകങ്ങൾ പേടിയില്ല, നരകം നിങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല? തീപ്പെട്ടിക്കൊണ്ടിന്റെ തൂട് വരെ സഹിക്കാൻ കഴിയുമോ സഖാഫി? എന്നിട്ടും പറയണത് നരകത്തിൽ പോയാൽ ഞങ്ങൾക്ക് ചിക്കിളി കിട്ടിയാൽ മതി. എന്തൊരു ദുര്യോഗമാണ്, എന്തൊരു കഷ്ടം. അടുത്ത വാചകം കേട്ടോളൂ നിങ്ങളെ. ഈ 2011 ഫെബ്രുവരി 5 ശനിയാഴ്ച വളപട്ടണം ക്രസന്റ് സ്കൂൾ ക്യാമ്പസിലേക്ക് സമാഗതനാകുന്ന മുത്ത് ഹബീബിന് വളരെ പ്രിയപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. ഇനി എനിക്കുള്ളൊരു ആശങ്ക എന്താ അറിയുന്നത്? നിങ്ങൾ ചോദിക്കും, എന്തിനാ ബാലുശ്ശേരി ഇങ്ങനെ ദേഷ്യം പിടിക്കണെന്നൊക്കെ. അതെ, പരലോകത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാ. നരകവും സ്വർഗവും പ്രസംഗിക്കാനുള്ള സബ്ജക്റ്റ് അല്ല, അതൊരു യാഥാർത്ഥ്യ. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത റസൂലാ പറഞ്ഞത് നരകണ്ട്. അതുകൊണ്ടാ സ്ട്രോങ്ങിൽ പറയുന്നത്. ഒരു 5 കൊല്ലക്കാട് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? പേടിക്കണം. അതായത് വലിയ സലാത്ത് നഗർ കൂടും, വലിയ സലാത്ത് നഗർ കൂടിയിട്ട് ചോദിക്കും, നിങ്ങൾ അള്ളാനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ അള്ളാനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ജനങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് കാണേണ്ടതുണ്ടോ? അതെ. എന്നാൽ 5 മിനിറ്റ് കൊണ്ട് അല്ലാഹു പ്രത്യക്ഷപ്പെടും. അതാ കാർ നിറങ്ങി വരുന്ന കാന്തപുരം ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ AP സുന്നികളുടെ പരിണിതി അതാവാനാണ് സാധ്യത. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എത്തിയ റൂട്ട് അവിടെ. ഇത് റസൂല് തൃപ്തിപ്പെട്ട ഒരാൾ. ഇനി എന്താ ഉണ്ടാവുക? നിങ്ങൾ വിലയിരുത്തിക്കോളി. ഇങ്ങനെ പച്ച നുണ പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിച്ച് എന്തിന് പണ്ഡിത? അല്ലാഹു പറഞ്ഞൊരു വാചകം കേൾക്കണോ നിങ്ങൾക്ക്? അല്ല നേരത്തെ പറഞ്ഞ അങ്ങനത്തെ ആള് വരും. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഖുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷം ആളുകളും ആ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയാണ്. അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ തെറ്റി. സത്യം ഇതവിടെ നടക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്താ പറയാം? ഞാൻ നിങ്ങൾക്ക് സുന്നി പ്രസിദ്ധീകരണത്തിൽ ഈ വിഷയത്തിൽ സുന്നികൾ എന്താ പറയുന്നത്? റസൂല് സാധാരണക്കാരനാണോ അല്ലേ? ഞാൻ നിങ്ങൾക്ക് സുന്നികളുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ നബിയെ പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. 18-ാം അധ്യായം 110-ാമത്തെ വചനം ഖുർആനിന്റെ വിവരണം പേജ് 3-ാം വോള്യം 1914 1915. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതേ കുല്ലിന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്.
അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് വഹിയുണ്ട് എന്നത് നമ്മളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. ഇത് മുജാഹിദുകൾ അംഗീകരിക്കുന്നു. ഇത് അമാന മൗലവിയുടെ പരിഭാഷയിലുണ്ട്. ഇത് ശിഹാബുദ്ദീൻ പിച്ചിക്കോയ തങ്ങളുടെ അൽ ബയാൻ ഫീ മആനിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ 407-ാമത്തെ പേജിലുമുണ്ട്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇനി വ്യാഖ്യാന കുറിപ്പുകളിൽ നോക്കണേ, നിങ്ങൾ നോക്കും. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഫതുൽ അലീം 2-ാം വാള്യം 648 പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഈ അർത്ഥത്തിലല്ലാതെ നബിയുടെ ഒരു യോഗ്യത. ഇനി മാത്രമല്ല, നബി മനുഷ്യനാണ് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ നബീന്റെ ചര്യ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്നവരാരാ? മുജാഹിദുകൾ. നബീന്റെ ചര്യ ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നവരാരാ? നിങ്ങൾ. ഈ പറയുന്ന നിങ്ങൾ അല്ലേ? നബിയുമായി നിങ്ങൾക്ക് എന്ത് ബന്ധമുള്ളത്? ഒന്നും എടുക്കുന്നത് പോലും ഷാഫി ഇമാം എടുക്കുമ്പോഴേ ഹനഫി ഞങ്ങളോ എടാ നീ എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദർത്ത പോലെ. മുജാഹിദുകളുടെ മറുപടി, നീ എങ്ങനെ ഒന്നെടുക്കുന്നത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അപ്പൊ നിങ്ങൾക്ക് ഷാഫി റസൂലുള്ളാഹി എന്ന് പറഞ്ഞോളി. നിങ്ങൾക്ക് എന്ത് ബന്ധം മുഹമ്മദ് നബിയായിട്ട്? മുഹമ്മദ് നബിയെ ധിക്കരിച്ച് മുഹമ്മദ് നബി ഒരു വലിയ ഘടകാന്ന് പറയാൻ നിങ്ങൾക്കുള്ള പൂതി എന്തറിയോ? അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയണോ നബീനെ പോലെ തന്നെയാണ് നമ്മൾ ഔലിയാക്കളും, അതുകൊണ്ടല്ലേ തമ്മോടി അതിനു വേണ്ടി വെറുപ്പാക്കിയതാ. ഞങ്ങൾ അതിനു വേണ്ടിയല്ല, ഞങ്ങൾ റസൂലിനുള്ളത് പോലെ അംഗീകരിച്ചു. നിങ്ങൾ അംഗീകരിക്കുന്നത് മുഴുവൻ എന്തിനാ? അത് വിറ്റ് പൈസയാക്കാനാ. നബീന്റെ മാത്രം പറയുന്നത് എന്തിനാ? നിങ്ങൾ ചിന്തിക്കുക. അടുത്ത കേട്ടോ ഇവരെ പരിപാടി ഓരോന്നും ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞത് മനുഷ്യസഹജമായ സ്വഭാവ ഗുണങ്ങൾ എനിക്കുമുണ്ടെന്ന അർത്ഥത്തിലാണ്. ഭക്ഷിക്കുക, കുടിക്കുക, തെരുവിലിറങ്ങുക, നടക്കുക, ഉറങ്ങുക, വിവാഹം ചെയ്യുക, സന്താനോത്പാദനം നടത്തുക മുതലാവുക എന്നിലും ഉണ്ടാകും. ഞാനൊരു മലക്കല്ല, ഞാനൊരു മനുഷ്യനാണ്. ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മുജാഹിദുകളെ സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉദ്ധരണിന്റെ അപ്പുറം ഇപ്പുറം ഒന്ന് കേൾപ്പിക്കും. നിങ്ങൾ പറഞ്ഞല്ലാത്ത ഞങ്ങളും പറഞ്ഞിട്ടില്ല. നിങ്ങളെ പരിഭാഷ തീർന്നില്ല. ഇനി കേട്ടോ. പ്രകൃതിയാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യനാണ്. സുന്നി പരിഭാഷ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കേട്ടോ, അതും പറഞ്ഞുതരാം. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ എന്നിട്ട് ഒരാളില്ല. പേരോട് ആദ്യമായിട്ട് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കൊപ്പത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു സഖാഫി എനിക്ക് എഴുതി കൊണ്ടു അങ്ങനെ ഒരാളില്ല. ഇവരെല്ലാരെയും നിഷേധിച്ചു. നാളെ കാന്തപുരം പറഞ്ഞ ഒരാളില്ല എന്ന് ഇവർ പറയൂട്ടോ. അതായത് ഇവർക്ക് തെളിവ് എതിരായാൽ ഇവരെന്തും പറയും. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ എന്നിട്ട് ഒരാളില്ല. ഇവർ എഴുതി തന്നതാ കൊപ്പത്ത്. അവിടെ ഉസങ്കടിയിൽ വാദപരിവാൻ നടന്നപ്പോ പേരോട് പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ ഞങ്ങൾ ആരാ? മഖ്ദൂമി ആരാ? SSFന്റെ ആരാ? കണ്ടോ? ഇവർക്കെതിരാകുന്നു തോന്നിയവരെല്ലാരെയും നിഷേധിച്ചു. ഇപ്പൊ കഴിഞ്ഞ സ്ത്രീ ജമാഅത്ത് ജുമയിൽ ഇവരുടെ ഒരു വലിയ പണ്ഡിതനുണ്ട്. സദഖത്തുള്ള ആരാ? ആ പുസ്തകം തോട്ടിലേക്ക് എറിയുന്നു. അനീഫ് കായ്ക്കോട് എറിച്ചു ആ പുസ്തകം. ഇവരുടെ ഏറ്റവും വലിയ നേതാവ് സദഖത്തുള്ളയെ പറ്റി ഉദ്ധരിച്ചപ്പോൾ ഇവരോട് സദഖത്തുള്ള ആരാ? ഇവര് അടുത്ത നബി ആരാ? നിങ്ങൾ ചോദിക്കും. APC ചോദിക്കും. ഓട്ടോറിക്ഷ പത്തിരിക്കുന്നു, മഴ പെയ്യുന്നു, നിങ്ങൾ എന്ത് പറയുന്നു? ദുനിയാവിലൊക്കെ പറയാൻ കഴിയില്ല. സത്യ നിങ്ങൾ അവസ്ഥ പ്രവചനാതീതം. നിങ്ങളൊന്നുമായി സത്യം. നിങ്ങളെ ആ നിലക്കുള്ളവരാണ് നിങ്ങളെ നയിക്കുന്നത്. വല്ലാത്തൊരു വേദന ഉണ്ട്. പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ പറയാ കേട്ടോളി. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. തീർന്നില്ല. അടുത്ത വചനത്തോടോ മനുഷ്യ പ്രകൃതിയിൽ മറ്റു മനുഷ്യന്മാരെ പോലെയാണ് നബി തങ്ങളും. തന്നിമിത്തം ഉണ്ണുക, ഉറങ്ങുക, മലമൂത്ര വിസർജനം ചെയ്യുക, വിവാഹം നടത്തുക മുതലായ മനുഷ്യ സഹജമായ എല്ലാം ഉണ്ടാവും. ഇതേ ഞങ്ങൾ പറഞ്ഞു. ഇതിലപ്പുറം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തെളിയിക്കില്ല. നിങ്ങൾ പറയാത്ത നിങ്ങൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് റസൂലിനെ കുറിച്ച്. അത് പറയാൻ ഇവിടെ സമയമില്ല. പക്ഷേ ഇനി ഇതിൽ കേൾക്കും. നിങ്ങളൊരു ഗ്രന്ഥത്തിൽ നിന്നും കൂടി ഉദ്ധരിച്ചു തരാം. നിങ്ങളുടെ ഒരു ഗ്രന്ഥത്തിൽ നിന്നും കൂടി ഉദ്ധരിച്ചു തരാം. കേട്ടോളൂ. വിശ്വാസത്തിന്റെ മുഖങ്ങൾ PMK പൈസയും മോങ്ങം എഴുതിയത് ശ്രദ്ധിച്ചോളൂ. ശരിക്കും കേട്ടോളൂ. പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്, സാധാരണ മനുഷ്യനെ പോലെ. എങ്ങനെ? പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ. അപ്പൊ ഞങ്ങൾ സാധാരണ എന്ന മലയാളം പദം എന്തിനുപയോഗിക്കും? കേട്ടോ.
പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും സംസാരിക്കുകയും ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ഭാര്യാഭർത്തൃബന്ധം പുലർത്തുകയും ചെയ്യുന്നവരാണ് അവർ. ചിന്തിക്കും. ഇതിൽ കവിഞ്ഞ് മുജാഹിദുകൾ എന്ത് പറഞ്ഞു? ഇത് പറയുന്ന സുന്നികൾക്ക് അത് പറയാം, മുജാഹിദുകൾക്ക് അത് പറഞ്ഞ ജനങ്ങളെ പൊട്ടീസാക്കാൻ. അത് നിങ്ങൾ മനസ്സിലാക്കും. മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ചാലേ ഞങ്ങളത് കേൾക്കാതിരുന്നാലേ നിങ്ങൾ ഉസ്താദുമാർക്ക് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് വിഷയം, അതാണ് ബേസ്, അതാണ് ഇതിന്റെ ഒക്കെ ഒരു ബേസ്. 5 ലക്ഷത്തിന് ഒരു ചെക്ക് ഒരു ഉസ്താദിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. ഉസ്താദെ 5 ലക്ഷം തരും. ഉസ്താദ് പറയും ഹദ്ദാദുർ റാത്തീബും വിദ്യത്തല്ലേ. ഉസ്താദ് ചോദിച്ചു, മോനെ വിദ്യത്ത് 5 ലക്ഷം തരുമോ? നബിമാരിലുള്ള വിശ്വാസം. ഇനി കേട്ടോ, പാഠം 2. ഏറ്റവും നല്ലവരെ മാത്രം അവർ തെരഞ്ഞെടുക്കുകയും നോക്കണം. ഏറ്റവും നല്ലവരെ അവർ തെരഞ്ഞെടുക്കുകയും അവർക്ക് അല്ലാഹുവിന്റെ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ പാപത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. അവരെല്ലാവരും വളരെ സത്യവാന്മാരാണ്, സൽസ്വഭാവികളും നിഷ്കളങ്കരുമാണ്. അതുകൊണ്ട് നബിമാരെല്ലാം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. മുജാഹിദ് വിഭാഗം പറയുന്നത് ഇതേ കാര്യം തന്നെ സംസ്ഥ അക്കാര്യത്തിൽ അല്ലേ? എന്നിട്ടും ഞങ്ങൾ കുരിശിലേറ്റപ്പെടുകയാണ്. പിന്നെയോ മുജാഹിദുകളുടെ അല്ലാഹ് കയ്യും കാലുമുള്ള അല്ലാഹ്, മുജാഹിദുകളുടെ അല്ലാഹ് മുഖമുള്ള അല്ലാഹ്, മുജാഹിദുകളുടെ അല്ലാഹ് ശക്തിയുള്ള അല്ലാഹ്, മുജാഹിദുകളുടെ അല്ലാഹ് നോക്കു ഇറങ്ങുന്ന അല്ലാഹ്, കയറുന്ന അല്ലാഹ്, ഇവിടെ രാത്രി ഇറങ്ങുന്ന അമേരിക്കയിൽ എപ്പോഴാ ഇറങ്ങുക? അങ്ങനെ ജാതി മന്ദമന്ദി ചോദ്യം ഇവിടെയും ചോദിച്ചിട്ടുണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അള്ള എന്താ? നിങ്ങൾക്ക് ഞാൻ ആദ്യം സുന്നികൾ അള്ള എന്താ നമ്മളൊന്ന് പരിശോധിക്കാം. ഇനി ഞാൻ വായിക്കുന്ന മുഴുവനും സുന്നി പ്രസിദ്ധീകരണത്തിൽ AP സുന്നികൾ അംഗീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ നിന്ന് അള്ളാനെ പറ്റി അവരുടെ വിശ്വാസം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കാം. AP സുന്നികളുടെ പ്രസിദ്ധീകരണം എന്ന് പ്രത്യേകം പറയും. കേട്ടോളൂ. ഇഹ്യാ ഉലൂമുദ്ദീൻ 116-ാമത്തെ പേജ് 117. ഇത് പ്രസിദ്ധീകരിച്ചത് റിസാല. ഇതിനെപ്പറ്റി പറയുന്നത് അറിയോ? എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട പുസ്തകം അത്. ഇനി കേട്ടോ, രാവിന്റെ അന്ത്യദശയിൽ അർശിൽ ഒരു കുലുക്കമുണ്ടാകുമെന്നും ജന്നാത്തു അതിന്റെ എന്ന സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു കാറ്റ് വീശുമെന്നും 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറങ്ങി വരുമെന്നും മറ്റും പല ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതല്ലാത്ത ഒരവാചകം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉസ്താദുമാരെ കൊണ്ട് തെളിക്കുക, പറയട്ടെ. ഇതല്ലാത്തൊരു വാക്ക് അള്ളാഹിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങളെ റിസാല പരിചയപ്പെടുത്തി. ഇനി മേലിലൂടെ വന്നിട്ട് ഇജാതിവാദം പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ AP സുന്നികൾ പറയാത്ത ഒന്നും ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി കേട്ടോ, അടുത്തത് ഇഹ്യാ ഉലൂമുദ്ദീൻ കേട്ടോ. തീർച്ചയായും അല്ലാഹു ആകാശത്ത് വെച്ച്, ഞാൻ ലക്ഷദ്വീപ് ചെന്നപ്പോ ഉമർ മൗലവിയുടെ സൽസബിയിൽ ഒരു വാചകം, അല്ലാഹു ആകാശത്തിലാണ് എന്നുള്ളൊരു വാചകം. മുജാഹിദുകളുടെ അമ്മ ഇതോ. അപ്പൊ ഞങ്ങളോട് ചോദിക്കുക, ഇഹ്യാ ഉലൂമുദ്ദീനിലെ അമ്മ നോക്കി. തീർച്ചയായും അല്ലാഹു ആകാശത്തിൽ വെച്ച് വല്ല കാര്യവും വിധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ളവർ തന്റെ ആ വിധിക്ക് സംതൃപ്തരാകുവാൻ അവൻ ഇഷ്ടപ്പെടുന്നതാണെന്ന് മഹാന്മാരിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാണ്. ഹദീസ. അല്ലാഹു ഉപരിലോകത്താണ്, ആകാശത്തില്. ഖുർആൻ പറയും. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? തീർന്നില്ല. അടുത്ത കേട്ടോളൂ, അടുത്ത തെളിവ് കേട്ടോളൂ, മനസ്സിലാക്കിക്കോളൂ ഓരോ തെളിവും. ഇതാ ഇഹ്യാ ഉലൂമുദ്ദീൻ 20-ാമത്തെ പേജ് കേട്ടോളൂ. അല്ലാഹുവേ, നിന്റെ വിധിയെപ്പറ്റി തൃപ്തിപ്പെടുകയും മരണത്തിന് ശേഷമുള്ള സുഖജീവിതത്തെയും നിന്റെ തിരുമുഖം ദർശിക്കുന്നതിനാലുള്ള സന്തോഷത്തെയും നിന്നെ കാണുവാനുള്ള അതിയായ ആഗ്രഹത്തെയും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. അപ്പൊ അല്ലാഹുവിന്റെ തിരുമുഖം. മുജാഹിദുകളും അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി കേട്ടോ, അടുത്തത് ഓരോന്നും കേട്ടോളി. ഇസ്ലാമിക വിജ്ഞാനകോശം 1-ാം വോള്യം എഡിറ്റർ ഇൻ ചീഫ് ആരാ? ഹുസൈൻ ദണ്ഡത്താണി. പോക്കർ കടലുണ്ടി അല്ലേ? എക്സിക്യൂട്ടീവ് എഡിറ്റർ. ഇതിൽ പറയാം കേട്ടോളൂ. വായിച്ച് കേൾപ്പിച്ചു തരാം. ഇതിന്റെ പേജ് 600
631 അല്ലാഹുവിനെ കുറിച്ച് ഇസ്തവ ആരോപണം ചെയ്തു, ജാ വന്നു, യദ് കൈ മുതലായ ചില പരാമർശങ്ങൾ ഖുർആൻ നടത്തിയതായി മുകളിൽ സൂചിപ്പിച്ചു. എന്താണ് ഇത്തരം പ്രയോഗങ്ങളുടെ ശരിയായ വിവക്ഷ എന്നതിനെ ചൊല്ലി പണ്ഡിതന്മാർക്കിടയിൽ ചില ഭിന്ന വീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരമനിഷ്ഠ ഗുണവിശേഷങ്ങളെ അതേപടി അംഗീകരിക്കുക എന്നതാണ് പൂർവികരുടെ നിലപാട്. ഈ നിലപാടാണ് മുജാഹിദുകളുടെ നിലപാട്. പിന്നെയോ പ്രസ്തുത ഭാവകൽപ്പനകളുടെ സ്വഭാവം ഇന്നതാണെന്ന് നിർണയിക്കാൻ കഴിയുകയില്ല. ഇരിക്കോ സേലുണ്ടോ നമ്മളെ പോലത്തെ ചന്തിണ്ടോ ഇതൊന്നും പറയാൻ പാടില്ല. ഇത് സുന്നികളുടെ പ്രശ്നത്തിലുള്ള ഞങ്ങളോട് പറയാറില്ല. ഇനി കേട്ടോ, അപ്പൊ അത് വളരെ വ്യക്തമായത്. അടുത്തത് സാക്ഷാൽ കേട്ടോ, ഈ കെ മാഹിൻ സക്കാഫി കേട്ടോ, മാഹിൻ സക്കാഫി എഴുതിയ പേച്ചവാദം നിങ്ങൾ പറയണം. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉദ്ധരിക്കുന്നതാണ്. പുണ്യങ്ങളുമായി ബറാഅത്ത് എന്ന ലേഖനത്തിലാണ് പറയുന്നത് കേട്ടോ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആര് പറഞ്ഞു? സക്കരിയ പറഞ്ഞല്ല, മുജാഹിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത്? ഈ രാത്രി അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇനി നിങ്ങൾ മായിൻ സക്കാഫിനോട് ചോദിക്കും, അമേരിക്കയിൽ എപ്പോഴാണ്? ഞങ്ങളോടല്ല, അത് ചോദിച്ചേക്ക് മായിൻ സക്കാഫിനോട്, റിസാലക്കാരോട് ചോദിക്കും, അല്ലാഹു ഒന്നാം ആകാശത്ത് എങ്ങനെ ഇറങ്ങുക? എന്നിട്ട് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോഗങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പേർക്ക് പാപമോചനം നൽകും. ഈ രണ്ട് ഹദീസ് ഗ്രന്ഥത്തിലുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പഴച്ചവര്. ഇവർ അള്ളാഹുവിനുള്ള വിശ്വാസം ശരിയല്ല. ഈമാനുള്ളവര്, ഇഖ്ലാസ് ഉള്ളവര്, അള്ളാഹിനെ കണ്ടുമുട്ടുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിയാക്കളല്ലാത്ത മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കും. ഇവര് പറഞ്ഞതല്ലാത്ത എന്താ ഞങ്ങൾ പറഞ്ഞു? തീർന്നില്ല. ഇന്ന് ശഅബാൻ 15-ാം രാവിലാണ്. ഈ രാവിൽ അല്ലാഹു അവന്റെ അടിമകളിൽ പ്രത്യക്ഷപ്പെടുകയും അനന്തരം പാപമോചനത്തിന് ആവശ്യപ്പെടുകയും പുറത്തു കൊടുക്കുകയും റഹ്മത്ത് നൽകുകയും ചെയ്യും. ഇതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. തീർന്നില്ല. അടുത്തത് കേട്ടോളൂ, കേട്ട് മനസ്സിലായിക്കോളൂ. ഇതൊക്കെ നിങ്ങളെ ഗ്രന്ഥത്തിൽ നിന്നാണ്. ശരിക്കും ശ്രദ്ധിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. കേട്ടോ 104 പേജ്. 8ാമത്തെ മൂലതത്വം അല്ലാഹു താൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്റെ അർശിൽ ഇസ്തിവാ ചെയ്തു എന്നാണ്. ഈ ഇരിപ്പ് അവന്റെ മഹോന്നത പദവിക്കെതിരല്ല, നാശത്തിന്റെയും പുതുതായുണ്ടാകലിന്റെയും അടയാളങ്ങൾ അവനുള്ളത് കൊണ്ട് ഉണ്ടാവുകയുമില്ല. തീർന്നില്ല. അടുത്തത് കേട്ടോ, മനസ്സിലാക്കിക്കോ. ഇഹ്യാ ഉലൂമുദ്ദീനാണ്. എല്ലാ ഓരോ രാത്രിയിലും അതിന്റെ അവസാനത്തെ 3-ാകുമ്പോൾ അല്ലാഹു ഒന്നാം ആകാശത്തിൽ ഇറങ്ങുകയും എന്നോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? അതുപോലെ ഞാൻ അവരെ ഉത്തരം ചെയ്യാം. എന്നോട് ആവശ്യപ്പെടുന്നവരുണ്ടോ? ഞാൻ അവന് നൽകാം. ഇതൊക്കെ സുന്നികളുടെ പ്രസിദ്ധീകരണത്തിലുള്ള ഇതേ കാര്യം മുജാഹിദുകൾ പറഞ്ഞാൽ പിഴവും. നിങ്ങൾ പറഞ്ഞാൽ ഇനി സാക്ഷാൽ കാന്തപുര ഉസ്താദിന്റെ ലേഖനം സുന്നി വോയിസ്, ഒന്നും തെറ്റിദ്ധരിക്കണ്ട. കാന്തപുര ഉസ്താദിന്റെ സുന്നി വോയിസിലെ ലേഖനം അതോട് കണ്ടേടാ. അതല്ലാത്ത ഒന്നും മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. കേട്ടോ, ശരിക്കും കേട്ടുപിടിച്ചോ. സിംഹാസനത്തിൽ ഉപവിഷ്ടരാവുക എന്നാൽ അറിയാം, പക്ഷെ അല്ലാഹുവിനെ സംബന്ധിച്ച് ആ രൂപം അറിയില്ല. അക്കാര്യം നിഷേധിക്കുന്നത് കുഫ്റ. എങ്ങനെ? അല്ലാഹു അർശിലിരുന്നു എന്ന് പേരോട് നിഷേധിച്ചു. APK സുന്നികൾ നിഷേധിച്ചു. കാന്തപുരം പറയാതെ നിഷേധിക്കൽ കുഫ്റ. അത് നിഷേധിക്കൽ കുഫ്റ. അല്ലാഹു അർശിലിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുന്നു. എങ്ങനെ? നമുക്കറിയില്ല. കേട്ടോ, വിശ്വസിക്കൽ നിർബന്ധമാണ്. അല്ലാഹു അർശിലിരുന്നു എന്ന് വിശ്വസിക്കൽ നിർബന്ധം. നിഷേധിക്കൽ കുഫ്ർ. നിങ്ങൾ ചിന്തിക്കുകയും അല്ലാഹു അർശിലിരുന്നു എന്ന് വിശ്വസിക്കുകയും അത് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ഞങ്ങൾ മുഅ്മിനുകളല്ലേ ആകേണ്ടത്? ഞങ്ങൾ കാഫിറായി. അത് നിഷേധിച്ചവരോ മുഅ്മിനായി. ഇതെന്തൊരു നാടകടാ, ഇതെന്തൊരു നാടായത്, ഇതെന്തൊരു പുരോഹിത വർഗായത്. എനിക്ക് കേട്ടോ. അടുത്തത് വിശ്വസിക്കൽ നിർബന്ധമാണ്. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അപ്പൊ ഉസ്താദുമാര് നടത്തുന്ന ചർച്ച ബിദ്അത്താണ്. അനസ് ബിൻ മാലിക്കും ഇമാം ബുഖാരിയും ഒക്കെ അവരുടെ ഗ്രന്ഥത്തിൽ ഈ വീക്ഷണം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളോട് ചോദിക്കുന്ന ഈ വിശ്വാസമല്ലാതെ മുജാഹിദുകൾക്ക് ഇതിൽ എന്താണുള്ളത്? ഈ വിശ്വാസയെ മുജാഹിദുകൾ വെച്ച് പുലർത്തും. ഇനി ഏറ്റവും വലിയൊരു ആരോപണം എന്താ അറിയാം? അല്ലാഹു മലയാളിയാണോ?
എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു പരാമർശം വലിയ വിവാദമായിട്ട് മുസ്ലിയാക്കന്മാരിങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. അതും എന്താ സംഭവിച്ചെന്നറിയോ? ഈ സമർത്ഥമായ കട്ടിങ് അത്ഭുതകരമായ ഒരു കേസറ്റ്. അത് കേട്ടിട്ട് എത്ര സുന്നി മുജാഹിദായി നിങ്ങൾ സുന്നികളോട് ചോദിച്ചറിയാം. പള്ളി മിമ്പറുകളുടെ സന്ദേശം എന്നാണ് ആ കേസറ്റിന്റെ പേര്. ആ കേസറ്റിൽ എന്താ ഉള്ളത് അറിയാം? ഒരു സുന്നിയുടെ ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ കേൾക്കണേ. സുന്നി ചോദിക്കണത് എന്താ ചോദിക്കണത്? ചോദിക്കുന്നത് ഇതാണ്, അതായത് നിങ്ങൾ അള്ളാഹു മലയാളിയാണെന്ന് ഞാൻ പറഞ്ഞു, അള്ളാഹു മലയാളിയാ എന്ന് ചോദിച്ചു. ഒറ്റ കാര്യങ്ങൾ കേട്ടോളിട്ടോ. എന്താ വസ്തുത? അതിന്റെ അപ്പുറപ്പുറമൊക്കെ ഉള്ള കാര്യമാണ് എനിക്ക് പറയാൻ. അതായത് എന്തുകൊണ്ട് നിങ്ങൾ മലയാളത്തിലാക്കുന്നില്ല എന്ന് നമ്മളോട് അവർ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ഖുതുബ ജനങ്ങളോടാണ്. ഖുതുബ ആരോടാണ്? ഖുതുബ ജനങ്ങളോടാണ്. ജനങ്ങൾ മലയാളികളാണെങ്കിൽ ഖുതുബ മലയാളത്തിലാക്കണം. ജനങ്ങൾ അറബികളാണെങ്കിൽ ഖുതുബ അറബിയിലാക്കണം. ജനങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണെങ്കിൽ അവരോട് ഇംഗ്ലീഷ് പറയുന്നു. എന്നിട്ട് ഇവരുടെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമസ്കാരം മലയാളത്തിലാക്കിക്കൂടെ? അതിന് എന്റെ മറുപടിയാണെന്ന്, അല്ലൊരു മലയാളിയാണെങ്കിലല്ലേ മലയാളത്തിൽ പറയേണ്ടതുള്ളൂ. അല്ല എല്ലാ ഭാഷയും സൃഷ്ടിച്ചവനാണ്, മലയാളവും അറബിയും എല്ലാം. അതുകൊണ്ട് അറബി തന്നെ നിസ്കരിക്കാനാ പറഞ്ഞു. അല്ല വെറും ഒരു മലയാളി ആയിരുന്നെങ്കിൽ നമുക്ക് മലയാളീകരിക്കാമായിരുന്നു. അല്ല എല്ലാ ഭാഷയും സൃഷ്ടിച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് 30-ാം അധ്യായത്തിലെ ഒരായത്ത് ധരിക്കുകയാണ്. അപ്പൊ അത് കേൾക്കാതെ പറഞ്ഞിടത്ത് കട്ടി എന്നാലല്ലേ ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ആ കേസറ്റിന്റെ അപ്പുറം ഇടാൻ ധൈര്യമുള്ള ഒരുത്തനുമില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, എന്റെ ക്ലിപ്പിങ്ങിന്റെ അപ്പുറം ഇപ്പുറം ഇട്ട് കേൾപ്പിക്കാൻ ധൈര്യമുള്ള ഒരുത്തനും AP സുനിൽ ജനിച്ചിട്ടില്ല. ആണായി ഒരുത്തനും ജനിക്ക് ധൈര്യത്തോടുകൂടിയാ പറയുന്നത്. ഇസ്ലാമിനെതിരായി അരവാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഒരാൾക്കും ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിനെതിരെ പ്രമാണം ഉദ്ധരിച്ചു. പിന്നെ പറയാൻ പറ്റുമോ? ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ഒരു സെന്റൻസ് തെറ്റിപ്പോയി, ആയത്ത് ഉദ്ധരിച്ചപ്പോൾ ഒരു ഇറാബ് തെറ്റിപ്പോയി. അതൊക്കെ മനുഷ്യ സഹജമാണ്. അത് നിങ്ങൾക്കും പറ്റും, ഞങ്ങൾക്കും പറ്റും. അഖീദയിലോ കർമ്മത്തിലോ ഞാൻ ഉദ്ധരിച്ചൊരു സംഭവം ഇസ്ലാമികമായി പ്രമാണത്തിൽ ഇല്ലാത്താണ് തെളിയിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. പിന്നെ ഈ ജാതിയുടെ അത്ര ഇനി നമ്മളിതിൽ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു മുടീനെ പറ്റി ചോദിച്ചില്ല, DNA ടെസ്റ്റ് നടത്താവൂ. അതിൽ മൂപ്പര് പറയുന്നത് ഒരു മുസ്ലിം പറഞ്ഞത്ര ഏലംകുളം സക്കാഫി മുറിച്ച മുടി ടെസ്റ്റ് നടത്താൻ പറ്റൂല. ആര് പറഞ്ഞു? എന്ത് വിവരക്കേടാത് പറഞ്ഞ്. കുറ്റകൃത്യത്തിൽ ഏറ്റവും പ്രധാനം എന്താ? ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തൊരു പുരുഷനെ ആയിരിക്കാം, അവന്റെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു പോയ മുടിയാണ് ടെസ്റ്റിനുണ്ടോ അല്ലേ? ആ കോമൺ സെൻസ് പോലും ഇല്ല. ജാതിയാ ചോദിക്കണേ. മനുഷ്യന്മാരെ ആലോചിക്കണം. അപ്പൊ DNA ടെസ്റ്റ് നടത്തിയ പെട്ടെന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി. DNA ടെസ്റ്റ് എടുത്താൽ പച്ചമുടി പറ്റൂല, പറ്റുമെന്ന് നോക്കി നമ്മള്. അപ്പൊ ഉസ്താദിന് കാര്യം മനസ്സിലായി. ഏത് DNA ടെസ്റ്റ് എടുത്തിയ കാറ്റ് പോകും. കാരണം അതിന്റെ ഓഹരികൾക്കൊക്കെ കിട്ടുന്നുണ്ട്, സക്കാഫിമാർക്കൊക്കെ കിട്ടും. നമ്മളെ എതിർത്ത് പ്രസംഗിക്കുന്ന എല്ലാ സക്കാഫിമാർക്കും ഉസ്താദിന്റെ വക പാരിതോഷികമുണ്ട്. ഇല്ലാന്ന് നിഷേധിക്കട്ടെ, ഇല്ല. പോളിയോ ടെസ്റ്റ് എടുത്തു ഞങ്ങൾ, പോളിയോ ടെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് നബിയുടെ മുടിയിട്ട വെള്ളാണോ തെളിയിക്കാൻ പോളിയോ ടെസ്റ്റും കൂടി നല്ലതാണ്. പോളിയോ ടെസ്റ്റ് കാന്തപുര ഉസ്താദിന് പോളിയോ ടെസ്റ്റിന് വിധേയക്കുക. കള്ളം പറയാനേ മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ഇന്ന് നാട്ടിലെ ജനങ്ങളോ മരിച്ചു പോകും ഏത് നിമിഷവും. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും, നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും പറയാനാവില്ല. ഒരു ആക്സിഡന്റായി പലാരിവട്ടത്ത് 5 മുസ്ലിങ്ങൾ ടിപ്പർ ലോറി ഇടിച്ച് ആക്സിഡന്റായി ചതഞ്ഞു മരിച്ചിട്ട് എടുക്കാനും തൊടാനുമില്ലാതെ മോർച്ചറിയിൽ കിടക്കുന്ന ദയനീയമായ അവസ്ഥ പത്രതാളുകളിൽ നമ്മൾ അറിഞ്ഞതാണ്. പ്രേമിച്ച കാമുകന്റെ കൂടെ പോകാൻ അനുജന്തിയെ കാമുകൻ കൊല്ലുന്നത് നോക്കി നിന്ന പെൺകുട്ടികൾ ജീവിക്കുന്ന ഒരു നാട്ടിലാണ്. പെൺകുട്ടികളെ ട്രെയിനിൽ നിന്ന് ചാടിച്ച് കൊല്ലുന്ന ഒറ്റ കയ്യന്മാർ ജീവിക്കുന്ന ഈ ശാശാന്റെ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യര് ഏത് നിമിഷവും മരിച്ചു പോകും. ഏത് നിമിഷവും മരിച്ചു പോകാം. അല്ലാഹുവിന് മുമ്പിൽ വരുമ്പോ നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ആളുകളുണ്ട്. അവിടെ വെച്ചിട്ട് അവർ പറയും, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സാധന
പണ്ഡിതന്മാരെ തൊണ്ട തൊടാതെ വിഴുങ്ങിയതിന്റെ പേരിലാണല്ലോ നിങ്ങൾക്ക് ഈ ഗതികേട് വന്നത് എന്നവർ പരലോകത്തിൽ ലഭിക്കും. സൂറത്ത് അഹ്സാബ് 66, 67, 68 വചനങ്ങളാണ്. അലം യഅ്തികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആളുകൾ വന്നിട്ടില്ലായിരുന്നോ? അതേ, ഞങ്ങൾക്ക് വന്നിരുന്നു. ഞങ്ങളതിനെ കളവാക്കി, ഞങ്ങളതിനെ കേട്ടില്ല, ഞങ്ങളതിനെ പഠിച്ചില്ല, ഞങ്ങളത് ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സൂറത്ത് മുൽക്ക് 8, 9, 10 വചനം. അതുകൊണ്ട് മരിച്ചു പോകും. ചിന്തിക്കും. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. വസ്തുത പറയണം, യാഥാർത്ഥ്യം പറയണം. ഒരാളെയും വഞ്ചിക്കല്ല, ഒരാളെയും ചതിക്കല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ നാട്ടിലെ, ഈ പ്രദേശത്തെ അകലാളെ ഉള്ള പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ പടച്ചോനെ കണ്ടുമുട്ടും. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിനെ കണ്ടുമുട്ടും. അതുകൊണ്ട് നിങ്ങൾ അമൽ സാലിഹാത്ത് ചെയ്യും. ഒരിക്കലും പിഴക്കാത്ത ഇസ്ലാമിനെ നിങ്ങൾ അംഗീകരിക്കും. ആ ഇസ്ലാമിൽ നിന്ന് അല്പഭാഗം ഞാൻ തെളിവുകൾ ഉദ്ധരിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു. ആയത്തുകൾ ഉദ്ധരിച്ചു, ഹദീസുകൾ ഉദ്ധരിച്ചു, പ്രമാണങ്ങൾ ഉദ്ധരിച്ചു, ചരിത്രത്തിന്റെ പിൻബലം ഉദ്ധരിച്ചു. നിങ്ങൾ കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്. കാര്യങ്ങൾ നരകം ഭയാനകരമായതുകൊണ്ട് ആ നരകത്തിൽ പെടാതിരിക്കലല്ലേ ഏറ്റവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചെറിയ തീപ്പൊള്ളലേൽക്കുമ്പോ നമ്മുടെ ആളുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് യഥാർത്ഥ സ്നേഹമല്ലേ? നരകത്തിന്റെ ചൂടിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കൽ യഥാർത്ഥ സ്നേഹമല്ലേ പ്രിയപ്പെട്ടവരെ? ആ സ്നേഹമാണ് നിങ്ങളോട് പറഞ്ഞത്. ആർക്കും വെറുപ്പ് തോന്നേണ്ടതില്ല. വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഭാര്യമാരിലും മക്കളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ ഹൃദയം മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നവനെ സബ്ബിത് ഖൽബി സബ്ബിത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റി മറിക്കുന്ന റബ്ബേ, നിന്റെ ദീനിൽ നീ ഞങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണമേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി